അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 56. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽക്കു തന്നെ വിഗ്രഹാരാധന ലോകത്ത് നടപ്പുണ്ടെന്ന് ഖുർആൻ കൊണ്ട് സ്പഷ്ടമാകുന്നു. സൂറത്ത് നൂഹ് നോക്കുക. എന്നാൽ അറബികളിൽ അത് നടപ്പിൽ വരുത്തിയത് അംർ ഇബ്നു ലുഹ എന്നു പേരായ ഒരാളായിരുന്നു. മിക്കവാറും ക്രിസ്താബ്ദം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു നാട്ടുരാജാവായിരുന്ന ഇയാൾ ഷാമിൽ നിന്നാണ് ഹിജാസിലേക്ക് വിഗ്രഹാരാധന കടത്തിക്കൊണ്ടു വന്നത്. മരണപ്പെട്ടുപോയ മഹാത്മാക്കളുടെ സ്മരണയ്ക്കായിട്ടാണ് പിശാചിൻ്റെ പ്രേരണ പ്രകാരം ആദ്യം ജനങ്ങൾ പ്രതിമകളുണ്ടാക്കി പ്രതിഷ്ഠിച്ചത് എന്നും ക്രമേണ ആ പ്രതിമകൾ ആരാധ്യ വസ്തുക്കളായി പരിണമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടു തന്നെയാണ് പ്രതിമകൾ ഉണ്ടാക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതികഠിനമായി വിരോധിച്ചിട്ടുള്ളതും. വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ട മഹാത്മാക്കളുടെ പ്രതിമകൾ മാത്രമല്ല, കാലക്രമത്തിൽ ചില മലക്കുകളുടെയും ചില ജിന്നുകളുടെയും പേരിലും വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ദേവീദേവന്മാരെന്ന പേരിലാണ് ഇന്ന് അവ അറിയപ്പെടുന്നത്. മലക്കുകൾ ദൈവത്തിൻ്റെ പുത്രിമാരാണെന്നായിരുന്നു അവരുടെ സങ്കല്പം. ചുരുക്കിപ്പറഞ്ഞാൽ, ലോകത്ത് തൗഹീദിൻ്റെ കേന്ദ്രമായി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ദേവാലയമായ പരിശുദ്ധ കഅബയുടെ പരിസരങ്ങളിലായി ഖുർആൻ അവതരിക്കുന്ന കാലത്ത് വിവിധ തരത്തിലുള്ള 360 വിഗ്രഹങ്ങൾ സ്ഥലം പിടിച്ചിരുന്നു. അക്കൂട്ടത്തിൽ അതേ വിശുദ്ധ മന്ദിരം കെട്ടി ഉയർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്നീ പ്രവാചക വര്യന്മാരുടെ പ്രതിമകളും ഉണ്ടായിരുന്നു.